ഹലോ ഹീലിംഗ് ഫാമിലി, നിങ്ങൾക്ക് ഇന്നൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് തരാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താണ് എന്റെ വ്യൂവേഴ്സിനുള്ള ഫിനാൻഷ്യൽ അഡ്വൈസ്? നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല. എന്നെ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ പേര് പ്രിയങ്ക പ്രകാശ്. ഐ എം എ ടാരറ്റ് കാർഡ് റീഡർ. സോ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോ എന്റെ വ്യൂവേഴ്സിന്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റിയിട്ട് എനിക്കൊരു മെസ്സേജ് അറിയണം, അവർക്ക് കൺവേ ചെയ്യാനായിട്ട്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എന്താണ് എന്റെ വ്യൂവേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഫിനാൻഷ്യൽ അഡ്വൈസ്? ഓക്കെ, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് വരില്ല, കുറച്ച് താമസിക്കും എന്ന് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അത് പക്ഷെ കുറച്ച് ലേറ്റ് ആവും, ഒറ്റയടിക്ക് വരില്ല, ഒറ്റയടിക്ക് വരത്തില്ല. വേറെന്താണ് കാണുന്നതെന്ന് നോക്കട്ടെ. നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ പാസ്റ്റ് സോൾമേറ്റ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ബെസ്റ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികൾ വഴി നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു എന്താ പറയാ, ഒരു ലവിങ്, ഒരു സോൾമേറ്റ് വഴി, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ആവാം, ആരും അങ്ങനെയുള്ള പാസ്റ്റിൽ നിന്നൊരാൾ വഴി നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ഒരു ഹെൽപ്പ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല, കാര്യം ഇത് ജനറൽ റീഡിംഗ് ആണ്, മനസ്സിലാക്കുക. ഒത്തിരി എനർജീസ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എനർജി ആണെങ്കിൽ ടേക്ക് വാട്ട് റെസനേറ്റ്സ്, അതർവൈസ് ലീവ് ഇറ്റ് കേട്ടോ. വേറെ എന്താണ് എന്റെ വ്യൂവേഴ്സിന് കൊടുക്കേണ്ട ഫിനാൻഷ്യൽ അഡ്വൈസ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, നിങ്ങളോട് കുറച്ച് സ്പിരിച്വൽ ആവാൻ ഒരു ഗൈഡൻസ് വരുന്നുണ്ട് കേട്ടോ. ദൈവവിശ്വാസമൊക്കെ കുറവാണെങ്കിൽ ഇച്ചിരി തുടങ്ങിക്കോ കേട്ടോ. സ്പിരിച്വൽ ആവുമെന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്, സ്പിരിച്വൽ ആവാനുള്ള ഒരു മെസ്സേജ്. വേറെന്താണ്? നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒറ്റയടിക്ക് വരില്ല, സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻകം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിൽ വെച്ചിട്ടാണ് അത് വരിക എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. കുറച്ചു പേർക്കെങ്കിലും നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് വഴി, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ, എനിക്കിപ്പോ ടാരറ്റ് കാർഡ് റീഡിംഗ് എന്റെ പാഷനാണ്, അത് ചെയ്യുന്നു, ഞാൻ ഇൻകം ഏൺ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള അവസ്ഥ വരുന്നുണ്ട്. മിക്കവർക്കും ഉറക്കമൊന്നും ഇല്ല, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയൊക്കെ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ധൈര്യമായിട്ടിരിക്കുക, മാനിഫെസ്റ്റേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ടെങ്കിൽ കളയാതെ കാണുക. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റെസനേറ്റ് ആവുന്ന വീഡിയോ ആണ് ഇതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ യൂണിവേഴ്സിനോട് റിട്ടേൺ ആയിട്ട് നമ്മൾ അറിയിക്കുകയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആവുന്നു എന്നുള്ളത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് വീഡിയോ കണ്ടതിന്. ബൈ.